ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഇന്നത്തെ ശുശ്രൂഷയെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് വെച്ചുകൊടുക്കാം. ഇന്നത്തെ പ്രത്യേക ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവസമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഗർഭിണിയാകുന്ന സമയത്ത് പിശാച് തിരിച്ചറിഞ്ഞു, ഈ സ്ത്രീയാണ് എൻ്റെ തലയെ തകർക്കാനുള്ള സന്തതിയെ ജനിപ്പിക്കാൻ പോകുന്നവൾ. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം 12:17 എഴുതിയത്, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. യേശു ജനിക്കുന്നതിന് മുൻപേ പിശാചിന്റെ പോരാട്ടത്തെ കാൽക്കീഴിലാക്കി ചവിട്ടി മെതിച്ചുയർന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ നിറസാന്നിധ്യം ഈ കൂടാരത്തിൽ ഓരോരുത്തർക്കും അനുഭവവേദ്യമായി തീരുവാൻ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, സാമീപ്യം, സൗരഭ്യം നിറയപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന ഓരോ മക്കളും ചാരത്തും ദൂരത്തുമായിട്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം ഉയരപ്പെടണം. അതേ അനുഗ്രഹത്തിൻ്റെ കൂടാരത്തിലേക്ക് വന്ന പ്രിയ ദൈവ പൈതലെ, ഇന്ന് വിടുതലിൻ്റെ ദിവസമാണ്, ഇന്ന് സൗഖ്യത്തിൻ്റെ ദിവസമാണ്. ആരോടും പങ്കുവച്ചിട്ടില്ലാത്ത മനസ്സിൻ്റെ വിങ്ങലുകൾ, വേദനകൾ, കണ്ണുനീരിൻ്റെ നനവുള്ള പ്രാർത്ഥനകൾ, ആർക്കും എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്ന് കരുതി ഏറെ നാളായിട്ടും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചില പ്രാർത്ഥനകളുണ്ട് നമ്മുടെ ഉള്ളിൽ. ഇന്നാണ് വിടുതലിൻ്റെ ദിവസം, ഇന്നാണ് സൗഖ്യത്തിൻ്റെ ദിവസം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1:5 പറയപ്പെടുന്നത് പോലെ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അതിപ്പോഴാണ്, അതിവിടെ വെച്ചാണ്, അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ, തിരുക്കുമാരന്റെ അത്ഭുതത്താൽ സംഭവിക്കപ്പെടാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ഹൃദയങ്ങളെ തുറക്കാം. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ മഹത്വം ദർശിച്ച യെശയ്യാ പ്രവാചകൻ സ്വന്തം അശുദ്ധിയെ ഓർത്ത് കരഞ്ഞതുപോലെ ഞങ്ങളും ഞങ്ങളുടെ കുറവുകളെ ഓർത്ത് അനുതാപത്തോടെ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മാലിന്യം നീക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. അനന്തതയുടെ സാദൃശ്യത്തിൽ അനശ്വരതയിൽ നിലനിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു. എന്നാൽ പാപ ആസക്തികളാൽ ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു. അങ്ങയെ മറന്ന് ഞങ്ങൾ ജീവിച്ചു. സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ വിളിക്കപ്പെട്ട ഞങ്ങൾ ലോകമോഹത്തിലും ചെടിക താല്പര്യങ്ങളിലും പൈശാചിക ശക്തികളുടെ അടിമത്തത്തിലുമൊക്കെ ആയിത്തീർന്നു. ഇന്നിതാ പൂർണ്ണ ഹൃദയത്തോടെ ദൈവമേ, അങ്ങയിൽ നിന്നും അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ ഞങ്ങൾ ഇതാ തിരിച്ചു വരികയാണ്. പിതാവിനാൽ നടപ്പെടാത്തതെല്ലാം പിഴുതെറിയാൻ വന്ന യേശു, പിശാചിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ വന്ന യേശുവേ, അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ ഞങ്ങളെ സ്വീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കി തീർക്കണമേ. ധൂർത്ത പുത്രന് നൽകിയതുപോലെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു നൽകണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ പൂർവികരും വഴിയൊക്കെ വന്നു പോയിട്ടുള്ള ശാപ, പാപ, പൈശാചിക, ദുരാത്മ, ദുർഭൂത ശക്തികൾ ഇന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ അനുഗ്രഹത്തിന്റെ കൂടാരത്തിൽ സകല മാലാഖമാരോട്, സകല വിശുദ്ധരോട്, സകല സ്വർഗീയവാസികളോട്, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധന്മാരോട്, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരോട്, മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരാൽ ഊരിപ്പിടിച്ച വാളുമായി നാരകീയ ശക്തികളെ തകർക്കുവാൻ പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യത്താൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിൽ നിന്നും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരിൽ നിന്നും, ഞങ്ങളുടെ വസ്തുവകയിൽ നിന്നെല്ലാം വിട്ടുപോകട്ടെ. വലിയൊരു വിടുതൽ, സൗഖ്യം, സമാധാനം, സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ യേശുവിന്റെ സമാധാനം ഇടതും വലതും നിൽക്കുന്നവർക്ക് സന്തോഷത്തോടെ നമുക്ക് കൈമാറി സ്വസ്ഥമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയുമായി കടന്നു വന്ന യേശു കർത്താവ് വ്യക്തിപരമായി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്.
സന്തോഷം ആണോ എന്ന്. സന്തോഷമാണോ? പക്ഷെ മുഖഭാവത്തിലോ ഒത്തിരി സന്തോഷമൊന്നും തോന്നണില്ല. ഇവിടെ നിന്നിട്ട് കണ്ണു കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഞാൻ വന്നപ്പോൾ തുടങ്ങി ഞാൻ പലരെയും ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സൈഡ് കൂടിയൊക്കെ വന്നപ്പോൾ ഞാൻ നോക്കി. പലരുടെയും മുഖത്ത് ഭയങ്കര വിഷാദം. സുഭാഷിതങ്ങൾ 14:13 പറയുന്നത് പോലെ ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭരിതമാണ്. സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കുന്നത്. വചനമൊക്കെ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉൽപ്പത്തി മുതലൊക്കെ നല്ല വെളിപാടുള്ളവരാണ് നിങ്ങളെന്നറിയാം. എങ്കിലും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാൻ. എങ്ങനെ ഉണ്ടാകണം? സമൃദ്ധമായിട്ടുണ്ടാകണം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് സത്യം പറഞ്ഞ എനിക്കൊരു പ്രാർത്ഥനയാണ് ഓർമ്മ തന്നെ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് കർത്താവിനോട് ശവോടൊക്കെ ഇരിക്കണോ അതിരിക്കുക. ഇങ്ങനെ പോയാൽ മതിയാ? ഇങ്ങനെ പോയാൽ പോരാ. നമുക്കൊരു ഉണർവുണ്ടാകണം. ഇന്നിന്റെ ഒരു അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരാ, ജീവനില്ല, ശക്തിയോടെ പറഞ്ഞേ. അയ്യോ, വൃദ്ധമന്ദിരത്തിലെ ഹല്ലേലൂയ പോലെയാണ്. അങ്ങനെയല്ല, ഒരു ഇടിവെട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഈ മൂന്നാമത്തെ മതി, ഒന്നും രണ്ടും വേണ്ട. നല്ല ഉണർവോടിരിക്കും. തമ്പുരാൻ ഇന്ന് എന്തായാലും ചിലരൊക്കെ ഇങ്ങനെ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? ഇല്ല, അങ്ങനെ വലിയ പരിചയമൊന്നും കാണാൻ വഴിയില്ല. നമ്മളെത്ര അറിയപ്പെടുന്ന വ്യക്തിയൊന്നുമല്ല. കുറേ നാളുകൾക്ക് മുമ്പ് കൂടെ വന്നിട്ടുണ്ട്. അന്ന് ബെന്നിയച്ഛൻ തന്നെയായിരുന്നു. അന്നൊരു ജോയി അച്ഛൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോയി അച്ഛൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് ബഹറിൽ നിന്ന് ഒരു പിതാവൊക്കെ വന്നൊരു ദിവസമായിരുന്നു. ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു, എനിക്ക് തോന്നുന്നു ബെന്നിയച്ഛൻ എവിടെയോ പോയിപ്പോൾ കൊണ്ടുവന്നത് അന്ന് പ്രതിഷ്ഠിക്കുന്ന ദിവസമൊക്കെ ആയിരുന്നു. അന്ന് ഈ എളിയവനോട് വരാൻ സാധിച്ചു. എൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ വഴിയില്ല. അച്ഛൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്തണമല്ലോ. എൻ്റെ പേര് സൂപ്പർ പേരാണ്, ബേബി എന്നാണ് പേര്. വീട് ആലുവായിലാണ്. ആലുവായിൽ നിന്നാണ് വരുന്നത്. ഞാൻ വിവാഹിതനാണ്. എനിക്കൊരു ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. എൻ്റെ ഭാര്യയും ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പ്രഘോഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അറിവ് കൂടി 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 വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കണ പോലെയാണ്. ഒത്തിരി പേരുണ്ടായിരുന്നിട്ടാ, പക്ഷെ ഇപ്പൊ ആൾക്കാർ കുറവ്. ഇന്ന് രാവിലത്തെ മഴ കൊണ്ടൊക്കെയാണോ എന്നറിയില്ല, ഇന്ന് ആള് ഇത്തിരി കുറവാണ്. പിന്നെ ചിലപ്പോൾ അറിഞ്ഞു കാണും ഞാൻ വന്നേന്നുള്ളത്. അപ്പൊ പിന്നെ ആള് കുറയും. അറിയപ്പെടുന്ന പ്രഗത്ഭരായിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ശുശ്രൂഷകർ വരുമ്പോഴൊക്കെയാണ് ആള് കൂടുകയുള്ളൂ. ഇപ്പൊ അതേ വന്നേക്കണ ഒരു പേക്കറ അല്ലേ, ഭാര്യയുടെ ഷോർട്ട് ടോപ്പൊക്കെ ഇട്ട് വന്നേക്കാണ്. എന്തായാലും ഒരു കാര്യം 1 കൊരിന്തോസ് 8:1-2 പറയുന്നുണ്ട്, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അവിടെയാ പ്രശ്നം. നമുക്കറിയാം ദൈവത്തിന്റെ വചനം പ്രത്യേകിച്ച് നാളുകളിൽ മാതാവിനെയൊക്കെ മാറ്റി നിർത്തി നേരിട്ട് ബന്ധപ്പെട്ട് ദൈവവുമായിട്ട് നേരിട്ട് സ്ട്രെയിറ്റ് ഇടപാടിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ പോണേ. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തില് പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന ജ്ഞാനികൾ അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. അമ്മയോട് ഒപ്പം ശിശുവിനെ കണ്ട് ആരാധിച്ചു എന്നാ പറയുന്നത്. അത് മാത്രമല്ല, ഏകദേശം മത്തായിയുടെ സുവിശേഷം ഒരു 4 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് പറയുന്നുണ്ട് അമ്മയെ കൂട്ടി എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 2:13 പറയുന്നുണ്ട്, ദൂതൻ സ്വപ്നത്തിൽ ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി എങ്ങോട്ട് പോകാൻ? ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. 14-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പോയി. 20-ാം വാക്യം വീണ്ടും പറയുന്നു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. 21-ാം വാക്യം വീണ്ടും പറയുന്നു, അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ അമ്മയുടെ കൂടെ അല്ലേ? അതുകൊണ്ടാ കുരിശിൻ ചുവട്ടില് ഇതാ നിന്റെ എന്ന് പറഞ്ഞത്. ആ അമ്മയെ അമ്മയായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നാന്നേ. ഞാൻ എനിക്ക് 1991, 92 കാലഘട്ടത്തിൽ ഞാൻ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത ചർച്ച് ഓഫ് ഗോഡുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു 41 പേര്
സ്നാനം അവരുടെ വിശ്വാസം അനുസരിച്ച് ആലുവ പുഴയിലൊന്ന് മുങ്ങി. സത്യം പറയാലോ, അവർ ഞങ്ങളെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയത്. കത്തോലിക്ക സഭയിൽ പരിശുദ്ധാത്മാവില്ല, മാതാവ് വെറും മൊട്ടത്തോടാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച്. പിന്നെ അച്ഛന്മാരൊക്കെ അതൊന്നും അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടന്മാരായ ഞങ്ങൾ. അത് ക്രിസ്ത്യാനികൾക്ക് വചനത്തെക്കുറിച്ച് വലിയ നിങ്ങളുടെ കാര്യമല്ല കേട്ടോ, ഈ നാട്ടുകാരുടെ കാര്യമല്ല, ആലുവക്കാരുടെ കാര്യമെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വലിയ ആഴത്തിലുള്ള ബൈബിളിനെ കുറിച്ചുള്ള ജ്ഞാനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊക്കെ പോയി ആലുവ പുഴയിൽ മുങ്ങി. ഞാനൊരു പൊട്ടനായതുകൊണ്ട് ഞാനിങ്ങനെ വെള്ളത്തിൽ, ഞങ്ങൾ 47 പേരാണ് കേട്ടോ മുങ്ങിയേ, ഓർക്കണം, നല്ല ചെറുപ്പക്കാരെയാണ് മുക്കിയത്. ഞാനിങ്ങനെ പൊങ്ങി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മേലേക്ക് നോക്കി. എന്താ നോക്കാൻ കാരണം എന്നറിയാമോ? പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നുണ്ടോയെന്നാണ് ഞാൻ നോക്കിയത്. ഞാൻ കളിയാക്കണതല്ല, എൻ്റെ പൊട്ടത്തരം ഞാൻ പറഞ്ഞു. അങ്ങനെയാണല്ലോ യേശുക്രിസ്തു വെള്ളത്തിൽ പൊങ്ങി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വായിച്ചിട്ടില്ലേ? അപ്പൊ ഞാനും നോക്കി പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എങ്ങാൻ വന്നുണ്ടോന്ന്. സത്യം പറഞ്ഞ പ്രാവിനെ കണ്ടില്ല. പിന്നെ ഞാനിങ്ങനെ ചെവി വട്ടം പിടിച്ചു, ഇനി വല്ല സ്വരം കേൾക്കണുണ്ടോ? എന്നാ സ്വരമാ? ഇവനെൻ്റെ പ്രിയപുത്രൻ. അതും കേട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കത്തോലിക്ക സഭയിൽ നിന്ന് ഞാൻ മാറി ആ ഗ്രൂപ്പുകാരുടെ കൂടെ പോയപ്പോഴാണ് സത്യത്തിൽ ഞാൻ മാതാവ് ആരാണെന്ന് പഠിച്ചത്. മാതാവിനെ കുറിച്ച് ഞാൻ ശരിക്കും ഒന്ന് ചിന്തിച്ചത്. കാരണം അമ്മ ഇല്ലാണ്ട് വരുമ്പോഴാണ് അമ്മയുടെ വില അറിയുള്ളൂ. നമുക്കൊന്നും വലിയ വിലയൊന്നുമില്ല. പക്ഷേ അമ്മ നഷ്ടപ്പെട്ടപ്പോ പരിശുദ്ധ, എന്തുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം അമ്മയെ ഇങ്ങനെ കുറ്റം പറയുന്നത്? അതെന്നെ ചിന്തിപ്പിക്കാനിട വരുത്തി. ചിന്തിക്കണം. നമ്മളിങ്ങനെ പത്തമ്മ പൂച്ചാന്നും പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. പിശാചിന്റെ തലയെ തകർക്കാനുള്ളവനെ പ്രസവിക്കുന്നത് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് പിശാച് അലറുന്നത്. ഇന്നും പരിശുദ്ധ അമ്മയ്ക്കെതിരെ ഒത്തിരി ഇത്തരത്തിലുള്ള കിംവദന്തികൾ. പരിശുദ്ധ അമ്മ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. വളരെ സിമ്പിളാണ്. പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. എന്ത്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അവനെന്താണ് പറഞ്ഞത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് മനസ്സിലാക്കണമെങ്കിൽ വചനത്തിന്റെ ഉള്ളങ്ങളിലേക്ക് ഇറങ്ങണം. അപ്പൊ നമുക്ക് പിടുത്തം കിട്ടും. എന്താണ് അവൻ പറഞ്ഞത്? എന്താണ് അവൻ നമുക്ക് കൈമാറ്റം ചെയ്തു തന്നത്? പകരപ്പെട്ട് തന്നത് എന്താണ്? എന്തിനാണ് നമ്മൾ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത്? നമ്മളിതിൽ പലരും വന്നിരിക്കുന്നത് കാനഡയ്ക്ക് പോകാനുള്ള തടസ്സം മാറാനും, അല്ലെങ്കിൽ കടബാധ്യത നീങ്ങാനും, കുടുംബ പ്രശ്നം മാറാനുമാണ്. അത് നല്ലത് തന്നെ, അത് വേണം. ആത്യന്തികമായ ലക്ഷ്യം അതായിരിക്കരുത്. നിത്യരക്ഷയാണ് തമ്പുരാന്റെ പദ്ധതി. എല്ലാവരെ കുറിച്ചും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് നമുക്ക് ചില മിഷൻ, ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ്. ഓരോ ദേശത്തിൽ നിന്നും, ഓരോ കുടുംബത്തിൽ നിന്നും, ഓരോ കോൺഗ്രിഗേഷനിൽ നിന്നും ദൈവം ചില എണ്ണത്തിനെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട കുറെ എണ്ണത്തിന് ദൈവം അന്നും ഇന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറയാമോ? ജീവനോടെ പറയാമോ? ശക്തിയോടെ പറയാമോ? ഇതൊരു മാറ്റി നിർത്തലാണ്, മാറ്റി നിർത്തൽപ്പെടൽ. കാരണം ദൈവിക പദ്ധതി നമ്മിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 20:21 അവൻ ഇപ്രകാരം പറഞ്ഞു. അതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? നസ്രായനായ യേശു കൊല്ലപ്പെട്ടു. 3 ആണികളിൽ 9 അടി പൊക്കമുള്ള മരക്കുരിശിൽ 3 കാരിരുമ്പാണികളാൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ ഒഴിവുചാല് പോലെ മുറിയപ്പെട്ട് ശിരസിൽ മുൾക്കിരീടം വെച്ച് തകർന്ന് തരിപ്പണമായി അവൻ ആ കുരിശിൽ കിടന്ന് മരിച്ചു. ശിഷ്യന്മാര് പേടിച്ചു പോയി. ഗുരുവിന് ഇതാണ് അവസ്ഥ എങ്കിൽ ഞങ്ങളുടെ കാര്യം കട്ടപ്പോകാം. അവരോടി. ക്രിസ്തുവിന്റെ അനുയായികള്, ക്രിസ്ത്യാനികള്, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ഓട്ടത്തിന്റെ പ്രത്യേകത
അവരൊറ്റ വഴി കൂടെ ഓടുള്ളൂ, ചിതറിക്കപ്പെടുകയില്ല അന്നും ഇന്നും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, വിശ്വാസത്തോടെ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. അവര് ഓടിയത് ഒറ്റ ഓട്ടം, ഒരേ വഴിക്ക് ഓടി. അവരൊക്കെ ഒരു മുറിയിൽ കയറി കഥ കടച്ച് അവിടെ ഇരുന്ന് പേടിച്ചു പോയി. ഈ പേടി വരുമ്പോ എന്ത് ചെയ്യും? പേടി വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ. നല്ല പേടി വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ. കൊച്ചു കുട്ടികളൊക്കെ ഹൊറർ ഫിലിം കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു കൊന്ത വീട്ടിൽ കാണൂല, ഒക്കെ അവന്റെ കഴുത്തിലുണ്ടാവും. തൂങ്ങപ്പെട്ട ക്രൂശിത രൂപം പ്രാർത്ഥനാ മുറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് നെഞ്ചത്ത് വയ്ക്കും. അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുള്ളൂ. അപ്പൊ ഈ ശിഷ്യന്മാരെല്ലാവരും ഒത്തുകൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഉദ്ധിതനായ ക്രിസ്തു അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവർക്ക് സമാധാനം, നഷ്ടപ്പെട്ടവർക്കുള്ളതാണ് ക്രിസ്തുവിന്റെ സമാധാനം. ഒരു ഹല്ലേലൂയ പറ. ഒത്തിരി ഹാർട്ട് രോഗികളുണ്ട്, അൾസർ രോഗികളുണ്ട്. ഈ ഇയർ ബാലൻസിങ് തെറ്റണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപോക്കി. ഇയർ ബാലൻസിങ് തെറ്റണ കുറെ പേര് കൂട്ടത്തിലുണ്ട്. അത് ഭീകരമാണ്. അത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ബോൾ ബ്ലാഡറിൽ സ്റ്റോൺ കാണിക്കുന്നുണ്ട്, കിഡ്നി സ്റ്റോൺ കാണിക്കുന്നുണ്ട്, അൾസർ, അലർജി, അതേപോലെ സോറിയാസിസ് പോലത്തെ എന്തൊരു അസുഖം കാണിക്കുന്നുണ്ട്. ഉറപ്പാ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞോ. ഈ എളിമപ്പെട്ട് ഒരു ഹല്ലേലൂയ പറയുമ്പോ ഈ അപ്പ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, അപ്പ തന്നെ സഡൻലി ആക്ഷൻ ഉണ്ടാവും. ഇവിടെ വെറുതെ വന്നതല്ലെന്നേ. ഒത്തിരി പേരൊന്ന് വരാൻ ആഗ്രഹിച്ചു, എല്ലാവർക്കും വരാൻ പറ്റിയൊന്നുമില്ല. എന്നാ വരണ്ടെന്ന് കരുതിയ പലരും ഇവിടെ വന്ന്. ഇന്ന് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ഇന്ന് ഇവിടെ ഇത്രയും പേര് വന്നോന്നുള്ളത് ദൈവം അനാദികാലം മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ടവര് മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. കുറെ പേര് മരണഭയത്തിൽ കിടക്കണവരുണ്ട്. മരണഭയം വെറുതെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, മരിക്കോ മരിക്കോ മരിക്കോ. ഉറപ്പായിട്ടും മരിക്കും. വെറുതെ ആലോചിച്ച് സമയം കളയണ്ട. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാം. ഇത് മാറ്റി നിർത്തപ്പെട്ടവരാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 4-5 വാക്യത്തിൽ പറയുന്നുണ്ട്. ഏലിയായുടെ കാലഘട്ടത്തിൽ ഒരു സംഭവമാണ് പറയണേ. ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരത്തിൽ തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പഴയ നിയമത്തിലെ ഏലിയായെ കുറിച്ച് ഈ കാലഘട്ടത്തിലുള്ള കൃപയോട് ചേർത്ത് വെച്ച് പറയുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 19:18 പറയുന്നത് ഇത് തന്നെയാ. ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രായേൽ അവശേഷിപ്പിക്കും. ഹല്ലേലൂയ. മാറ്റി നിർത്തപ്പെട്ടവരാണ് ട്ടാ. നിങ്ങളിലൂടെയാണ് ട്ടാ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് നേടാൻ പോണേ. കർത്താവിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അത്ര മേന്മയുള്ളവരൊന്നും കർത്താവിന് വേണ്ടതേ. കർത്താവ് തെരഞ്ഞെടുത്തതൊക്കെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട്, ചുങ്കക്കാര്, വേശ്യകള്, ഈ മുക്കുവന്മാര്, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവരെ കർത്താവ് ചേർത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വന്നത് നീതിമാന്മാരെ തേടി ഒന്നല്ല, ഞാൻ വന്നത് പാപികളെ തേടിയാണ്. അപ്പോ ഇവര് പേടിച്ച് വിറച്ച് ഇങ്ങനെ മുറി കയറി ഇങ്ങനെ കഥ കടച്ച് പ്രാർത്ഥിക്കുമ്പോ ഉദ്ധിതനായ ക്രിസ്തു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്ക് സമാധാനം. എന്നിട്ടൊരു കാര്യം, ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചു. അത് നമ്മൾ മറന്നുപോയി. എന്താണ് ദൗത്യം? നസറായനായ യേശു ഉയർത്തതിന് ശേഷം വ്യക്തമായിട്ടൊരു കാര്യം നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ മറന്നുപോയി. അതാണ് യോഹന്നാൻ 20:21. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും. എന്തിനു വേണ്ടി? പിതാവാം ദൈവം നസറായനായ യേശുവിനെ എന്തിനാ അയച്ചതെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോഴാ നമ്മളെ എന്തിനാ ദൈവം ഈ കാലഘട്ടത്തിൽ മാറ്റി നിർത്തിയെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം വായിക്കണം. അത് സംഭവം ഇത്രേ ഉള്ളൂ. അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നസ്രത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്, നസ്രായനായ യേശു നസ്രത്ത് എന്ന സ്ഥലത്ത്
ഒരു സാബത്ത് ദിവസം സിനഗോഗിൽ പതിവ് പോലെ, അത് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്കാ, പതിവ് പോലെ. വർഷങ്ങളായിട്ട് പതിവ് പോലെ ഇവിടെ വെള്ളിയാഴ്ച വരുന്നവർ എത്ര പേരുണ്ടെന്ന് കരമുയർത്തിയേ. പതിവ് പോലെ തെറ്റാതെ വരുന്നവരൊന്ന് കൈപൊക്കിയേ, ഒന്ന് കരമടിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ. പതിവ് പോലെ അനുഗ്രഹം ഇവിടുന്ന് ഒഴുകിയിറങ്ങുന്നുണ്ട്. ഈ സമയം നമ്മുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം കടന്നു പോകുന്നുണ്ട്. നമ്മളാ മീഡിയേറ്റർ ഭവനത്തിന്റെ. അങ്ങനെ നസ്രായനായ യേശു പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോ നസ്രായന് വായിക്കാൻ കൊടുത്ത പുസ്തകമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് വായിക്കാൻ കൊടുത്തത്. അതിന്റെ പ്രത്യേകത എന്താ? അന്ന് അവര് ഗ്രന്ഥം യെശയ്യായുടെയാണ് ആദ്യം വായിക്കുന്നത്. പരമപ്രധാനമായ ഗ്രന്ഥമാണ് യെശയ്യായുടെ പുസ്തകം. അതിന്റെ പ്രത്യേകത രക്ഷകനെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയ ഒരു ഗ്രന്ഥമാണ്. രക്ഷകന്റെ പിറവി കന്യകയിൽ നിന്ന് പിറക്കുമെന്നും അവന്റെ ജീവിതത്തിന്റെ ശൈലി, അവൻ അത്ഭുതത്തിന്റെ രാജാവാണ്, അവൻ അത്ഭുതങ്ങൾ നടത്തുന്നവനാണ്, അന്ധന് കാഴ്ച, ചെകിടിന് കേൾവി, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുന്നവനാണ്, മരിച്ചവനെ ഉയർപ്പിക്കുന്നവനാണ് അവൻ. അവന്റെ പീഡാസഹനം, കുരിശുമരണം വ്യക്തമായിട്ട് എഴുതി വെച്ചു. ഇതാ മരത്തിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ മരണം. പക്ഷേ 3-ാം നാൾ അവൻ ഉയർപ്പിക്കപ്പെടും. തീർന്നില്ല, അവൻ വീണ്ടും വരും. എഴുതപ്പെട്ട പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ നസ്രായനായ യേശുവിനാണ് ഈ ഗ്രന്ഥം വായിക്കാൻ അവസരം കിട്ടിയത്. നറുക്ക് വീണത്. നസ്രായനായ യേശു നസ്രത്തിലെ സിനഗോഗില് എഴുന്നേറ്റ് നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഗ്രന്ഥം എടുത്തു വായിച്ചു. അതിപ്രകാരമാണ് ലൂക്കാ 4:18. ദൈവജനം മറന്നു പോകാതെ മനസ്സിന്റെ ഉള്ളിൽ കുറിച്ചു വെക്കേണ്ട വചനഭാഗമാണ്. അതിപ്രകാരമാണ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാനാണ് അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ യെശയ്യാ പ്രവാചകന്റെ ആ എഴുത്താണ് വായിച്ചത്. ഗ്രന്ഥം അടച്ചു മടക്കി കൊടുത്തു. അവിടെ കേട്ടുകൊണ്ടിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, ഇതാ ജോസഫിന്റെ മോനല്ലേ, ആ കോളനിയിൽ താമസിക്കുന്ന ആ മരപ്പണിക്കാരൻ ജോസഫിന്റെ മോൻ. അവൻ വായിച്ചത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണല്ലോ. അത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അന്ന് കേട്ട പോലെയല്ലല്ലോ ഇന്ന് കേട്ടപ്പോ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ഒരു പ്രത്യേകത, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഇന്നലെ കേട്ടതുപോലെയല്ല ഇന്ന്. ഇത് ജീവന്റെ തുടിപ്പാണ്. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ഇത് ദൈവം തന്നെയാണ്. വേർഡ് ഓഫ് ഗോഡ്. വചനം ദൈവമാണ്, ദൈവം വചനമാണ് എങ്കിൽ ഇന്നിന്റെ ഒരു അഭിഷേകം, ഇന്ന് നമ്മൾ ഫിസിക്കലി ഇവിടെ ഇരുന്ന് ഒത്തുകൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിഷേകവും ഇവിടെ ഇന്ന് നടന്ന ഈ പ്രോഗ്രാം ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ കേൾക്കുമ്പോൾ അഭിഷേകവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ കേൾക്കുമ്പോൾ അഭിഷേകം ഇല്ല എന്നല്ല പറയണേ, ഇന്നിന്റെ ഒരു അഭിഷേകമുണ്ട്, നമ്മുടെ സാന്നിധ്യത്തിന്റെ ഒരു അഭിഷേകമുണ്ട്. അഭിഷേകം ഇരട്ടി മധുരമാണ്, ഇരട്ടി അത്ഭുതമാണ്. അപ്പൊ അവര് പറയാണ്, ഇതിനു മുമ്പ് നമ്മളിത് കേട്ടതാണല്ലോ ഇല്ലേ? വചനം പറയുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇതൊക്കെ ഞാൻ എന്തോരം കേട്ടേക്കണത്. പക്ഷേ ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോ, അതുകൊണ്ടാണല്ലോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന എന്തുകൊണ്ടാണ് നമുക്ക് മടുപ്പില്ലാത്ത? ആ
അത് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും പുതിയ അഭിഷേകം നമ്മളിൽ നിറയുകയാണ്. വചനത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താൻ പറ്റൂല, പക്ഷെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ജീവനോടെ പറഞ്ഞോ, ശക്തിയോടെ പറഞ്ഞോ. ഈ സ്പോണ്ടലൈസിസ് കംപ്ലൈന്റ്, ജോയിന്റ്സ് പെയിൻ, മുട്ടുമടക്കാൻ പറ്റാത്ത, അങ്ങനെ കുറെ പേര് കൂട്ടത്തിലുണ്ട്. കുറെ പേര് അവരത് കൈവക്കിയേ. ഒത്തിരി സൗഖ്യം ഈ കൂടാരത്തിൽ ഇപ്പൊ സംഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുൻപ് നിങ്ങൾ സാക്ഷ്യമായിട്ട് കടന്നു പോവുകയുള്ളൂ. ഹല്ലേലൂയ. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ദൈവത്തിന്റെ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്ത് സംഭവിക്കും? സൗഖ്യം സംഭവിക്കും. കാരണം വചനം ക്രിസ്തുവാണ്, വചനം ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവരിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നസ്രായനായ യേശു വീണ്ടും ചേർത്ത് വെച്ചു. ഇത്രയും നേരം വായിച്ചത് യെശയ്യായുടെ പുസ്തകമായിരുന്നു എങ്കിൽ അവിടെ പറഞ്ഞത് അതൊരു വെളിപ്പെടുത്തലാണ്. അതൊരു വെളിപ്പെടുത്തലാണ്. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഈ പ്രവചനം പൂർത്തിയായി. താൻ ആരാണെന്നും താൻ എന്തിനാണ് സ്വർഗം വിട്ടിറങ്ങി വന്നത് എന്നും വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് ലൂക്കാ 4:18. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നത് ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാനാണ് അവിടുന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതേ ദൗത്യം നമ്മളെ ഏൽപ്പിക്കുകയാണ് കർത്താവ്. അതേ ദൗത്യം, ഒരു മാറ്റവും കേട്ടോ, ഒരു മാറ്റവും. ഈ കാലഘട്ടത്തിന്റെ പ്രവാചകരാണ് നമ്മള്. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവരുടെ മേൽ ശിക്ഷാവിധിയില്ല, മാറ്റപ്പെട്ടു. തമ്പുരാൻ പറയുന്നത് അനുസരിച്ചാൽ നിന്നിലൂടെ ദൈവം ഇന്ന് പ്രവർത്തിക്കും. നിന്റെ അധരത്തെ അവന്റെ അധരമാക്കി മാറ്റും. അതെ, അങ്ങനെയല്ലേ പറയണേ? നീ സദ്വചനങ്ങൾ പറഞ്ഞാൽ, നല്ലത് മാത്രം പറഞ്ഞ നിന്റെ നാവ് എന്റെ നാവ് പോലെയാകും. എന്താണ് എന്റെ നാവ്? അവൻ പ്രഖ്യാപിച്ചാൽ, അവൻ വാ തുറന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കപ്പെടും. സംഭവിക്കപ്പെടും. പകരപ്പെടുന്ന അഭിഷേകമാ. അതുകൊണ്ടല്ലേ മർക്കോസ് 16:17-18 വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അവരെ ഉപദ്രവിക്കില്ല. നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരാ? ഈ സത്യം പിശാച് നമ്മളിൽ നിന്ന് മറച്ചു. ഈ യാക്കോബിറ്റുകാരുടെ പ്രാർത്ഥനയില്ലേ, കർത്താവേ അവിടുത്തെ വേദപ്രമാണങ്ങളുടെ രഹസ്യം ഗ്രഹിക്കുവാൻ എൻ്റെ ഹൃദയ കവാടത്തെ തുറക്കണമേ. നമ്മളിപ്പോഴും LKG പ്രൈമറി അവസ്ഥയിൽ പോകരുത്. ദൈവം അത്ഭുതങ്ങൾ ചെയ്തോളും, അതിന് ഫോക്കസ് ചെയ്യണ്ട. നമ്മുടെ കരം അത്ഭുതത്തിന്റെ കരമായി മാറണം. ഞാൻ ചെയ്തതിനേക്കാൾ വൻ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂന്ന പറഞ്ഞേക്കണേ, അങ്ങനെയല്ലേ? കാരണം എന്താ? 1 യോഹന്നാൻ 4:4 ലോകത്തിലുള്ളവനേക്കാളും വലിയവൻ എവിടെയുണ്ട്? ഉള്ളിലുണ്ട്. എഫേസൂസ് 1:20 യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച് പിതാവാം ദൈവത്തിന്റെ വലതുവശത്ത് ഇരുത്തിയ അതേ ശക്തി തന്നെയാണ് നമ്മിലും വ്യാപരിക്കണേ. കൊളോസോസ് 1:26-27 വായിച്ചു നോക്ക്. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്ന രഹസ്യം അവിടുത്തെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി. അത് വിജാതീയരുടെ ഇടയിൽ ശ്രേഷ്ഠമായ കാര്യമാണ്. എന്താണ് രഹസ്യം എന്നറിയോ? യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് തന്നെ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞു, ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു രൂപപ്പെടേണ്ട സമയം സമാഗതമായി. സുഗന്ധവാഹിനിയായി പരിശുദ്ധ അമ്മ നിറഞ്ഞു നിൽക്കുക. എന്നിട്ട് നമ്മൾ ഭയപ്പെടാൻ പോയി കഴിഞ്ഞാലും
ഭയം ദൈവാത്മാവിന്റെ പ്രവർത്തനമല്ല. എന്നാ ഭയപ്പെടണം, ദൈവഭയം ഉണ്ടാവണം. അതുമാത്രം നമുക്കില്ല. ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കുക. ഗലാത്യർ 5:22 നമുക്കറിയാം. അത് ഓർഡറിൽ പറയും, ഓർഡറിൽ ഒന്ന് കണക്ട് ചെയ്ത് കിട്ടും. സ്നേഹം, ആനന്ദം, സന്തോഷം അല്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. സന്തോഷം ഉണ്ടെങ്കിൽ എന്തുണ്ട്? സമാധാനമുണ്ട്. മൂന്നും കൂടി ഒരു ക്യാപ്സ്യൂളാക്ക്, പെട്ടെന്ന് കാര്യങ്ങൾക്ക് പിടുത്തം കിട്ടും. സ്നേഹം, ആനന്ദം, സമാധാനം, ഒരു ക്യാപ്സ്യൂള്, 3 നേരം. ക്ഷമ, ദയ, നന്മ കണക്റ്റഡാ. ക്ഷമ ഉണ്ടെങ്കിൽ ദയുണ്ട്, ദയ ഉണ്ടെങ്കിൽ നന്മയുണ്ട്, അത് ഒരു ക്യാപ്സ്യൂള്. വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം 3ാമത്തെ ഗുളിക. എന്തിനെളുപ്പമാണ്, കാര്യങ്ങൾ കഴിഞ്ഞു. ദൈവത്തിന്റെ ഭാവമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇത് നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏത് ആത്മാവാണ് നമ്മെ നയിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പല അരൂപികളുണ്ട്, അതാദ്യം നമ്മൾ തിരിച്ചറിയണം. പല അരൂപികളുണ്ട്. ദൈവാത്മാവുണ്ട്, പൈശാചിക അരൂപിയുണ്ട്, ലോകത്തിന്റെ അരൂപിയുണ്ട്, ജഡത്തിന്റെ അരൂപിയുണ്ട്. ഏതിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഏതിനെയാണോ നമ്മൾ ട്യൂൺ ചെയ്യുന്നത്, ഏതിനാണോ നമ്മൾ താലോലിക്കുന്നത്, അത് എന്താവും? പ്രബലപ്പെടും, ബലം പ്രാപിക്കപ്പെടും. പിടുത്തം കിട്ടിയെന്ന് തോന്നണം. എന്നിട്ട് തമ്പുരാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിക്കുക. അവൻ ചങ്കിലെ ചോര കൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തത് എന്ന് ആ ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ ആരാണ് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതാണ് പാപത്തിൽ വീഴാനുള്ള കാരണം. നമ്മൾ ആരാണ്? നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താ? പാപത്തിന്റെ മട്ടോളം കുടിച്ചില്ലേ? ആരെയും കുറ്റപ്പെടുത്തുന്നതോ ഒറ്റപ്പെടുത്തുന്നതോ ഒന്നുമല്ല, ഇൻസൾട്ട് ചെയ്യുന്നതല്ല. ജ്ഞാനത്തിന്റെ പുസ്തകം 4:12 തിന്മയുടെ വശീകരണ ശക്തിയാൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. ഇത് മനുഷ്യൻ ഓടുകയാ, ഓട്ടത്തോടോട്ടോ. എന്റെ ഈ പ്രശ്നത്തിന് കാരണം എന്താ? എന്റെ കുടുംബം ഇങ്ങനെ തകർന്നു കിടക്കണേ? യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 ഇപ്രകാരം കാണുന്നുണ്ട്. നസ്രായനായ യേശു അതുവഴി കടന്നു പോയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. അവൻ അതുവഴി കടന്നു പോകുമ്പോ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. അപ്പോ കൂടെ ഉള്ളവർ ചോദിക്കുക, അതെ ഇവനിങ്ങനെ ആയത് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമാണോ? ഈ കാലഘട്ടത്തിന്റെ സുവിശേഷമാണ്. ഇന്ന് എല്ലാവരും ഓടി നടക്കുന്നത് കാരണം തേടി നടക്കുകയാണ്. പരിഹാരകന്റെ അടുക്കലേക്ക് വരുന്നില്ല. നസ്രായനായ യേശു പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പദ്ധതി ഇവന് പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമുക്ക് പ്രശ്നം ഒത്തിരിയുണ്ട്. പ്രശ്നത്തിലേക്ക് നോക്കിയിരുന്ന എന്താ കുഴപ്പമെന്നറിയോ? അത് മനസ്സിലാക്കണമെങ്കിൽ നസ്രായൻ അതിലെ കടന്നു പോയപ്പോൾ എന്നൊരു വാക്കുണ്ട്. അവൻ കടന്നു പോകുമ്പോൾ ഏതിലെ കടന്നുപോയി എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അതിനു മുമ്പുള്ള അധ്യായം 8-ാം അധ്യായം വായിക്കണം. വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവൻ കടന്നു പോയ വഴി ഏതാണ് എന്ന്. ഒരു 13-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ കാണാൻ പറ്റും. അവൻ അതിലെ കടന്നു പോകുമ്പോ ഫരിസേയർ ചോദിക്കുന്നുണ്ട്, നിന്റെ സാക്ഷ്യം ശരിയല്ല, നിന്റെ സാക്ഷ്യം ശരിയല്ല, നീ നിനക്ക് തന്നെ സാക്ഷ്യം പറയുന്നു, ആ സാക്ഷ്യം ശരിയല്ല. ആദ്യം ശുശ്രൂഷയെ കുറിച്ചാണ്, സാക്ഷ്യത്തെ കുറിച്ചാണ് ഫരിസേയർ കുറ്റം പറയുന്നത്. 2, നിന്റെ അപ്പനാണ്. ഞങ്ങൾക്ക് പിതാവുണ്ട്, നിന്റെ അപ്പൻ നിന്റെ പിതാവാരാ? നീ ജാരസന്തതിയല്ലേ? ചോദ്യത്തിന്റെ അർത്ഥം അതാ കിടക്കുന്നത്. നമ്മളൊക്കെ ചെറുപ്പത്തിലെ അപ്പനും അമ്മേനെയും വിളിച്ച് ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ നമ്മുടെ കൈ നമ്മളെ വേറൊരു അവസ്ഥയായി മാറും. അപ്പനാരാ?
തീർന്നില്ല. നിന്നിൽ ഭൂതമുണ്ടെന്ന് പറയുന്നല്ലോ. നീ ഭൂതത്തെ വെച്ചാണ് ഈ പരിപാടി എന്നാണല്ലോ കേൾക്കണേ. തീർന്നില്ല. നിനക്ക് വയസ്സെത്രയായി? നിനക്ക് 19 വയസ്സ് പോലും ആയിട്ടില്ല. പിന്നെ നീ എങ്ങനെയാ അബ്രാഹത്തെ കണ്ടെന്ന് പറയണേ? നസ്രായൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ടാ? അബ്രാഹം അതിനു മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോഴാ അവരെറിയാൻ കല്ലെടുത്തെറിയാൻ. നസ്രായനായ യേശു കല്ലിന്റെ വലിപ്പത്തെയോ കല്ലെറിയാൻ നിന്നവരുടെ ബലത്തെയോ അവൻ നോക്കിയില്ല. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചില്ല. ഒറ്റ കാര്യം ചിന്തിച്ചോളൂ, പിതാവ് എന്നെ എന്തിനാ ഭൂമിയിലേക്ക് അയച്ചേ? അയച്ച കാര്യത്തിൽ മാത്രം ശ്രദ്ധയൂന്നി. ലോകത്തെ നോക്കാൻ പോയ, കലപ്പയിൽ പിടിച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കിയ ഉപ്പ് തൂണ. തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതുകൊണ്ടാ നസ്രായൻ അന്ധനെ കണ്ടത്. നമ്മൾ പ്രശ്നത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്താ കുഴപ്പമെന്നറിയാമോ? ദൈവിക പദ്ധതികൾ കാണാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് എണ്ണി നോക്കിക്കോ. നിങ്ങളുടെ കൈവിരലുകളിൽ എണ്ണിയാൽ തീരാവുന്ന നമ്പേഴ്സ് പ്രശ്നങ്ങളെ നിങ്ങൾക്കുള്ളൂ. 5 പ്രശ്നത്തിൽ കൂടുതൽ ഇവിടെ ഒരൊറ്റ എണ്ണത്തിനുണ്ടാവില്ല. ഞാൻ തമ്പുരാന്റെ തിരുസന്നിധിയിൽ നിന്നുണ്ടാ പറയണത്. നിങ്ങൾ എണ്ണി നോക്കിക്കോ. ഒരു കൈവിരലില് എണ്ണി തീർക്കാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കുള്ളൂ. 1, 2, 3, 4, 5. പക്ഷേ ദൈവം തന്ന അത്ഭുതങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി അനവധി അനുഗ്രഹങ്ങൾ അവൻ നമുക്ക് നൽകണേ. പക്ഷെ അത് കാണാനുള്ള കാഴ്ച നമുക്കില്ല. മന്ദീഭവിച്ചു പോയി. കാണേണ്ടത് കാണുന്നില്ല. അന്ധതയ്ക്ക് കാരണം ഐ പ്രോബ്ലം അല്ല. ഞാനാ പ്രോബ്ലം. കാണേണ്ടത് കാണുന്നില്ല. ഇന്ന് കാണുവാനുള്ള ആ കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനാ തമ്പുരാൻ എന്നെ ഭൂമിയിലേക്ക് വിട്ട്? ഒന്ന് ചോദിക്കും തമ്പുരാന്റെ മുമ്പിൽ. വിശുദ്ധാത്മാക്കളുടെ മുമ്പിൽ നമ്മൾ വണങ്ങണുണ്ട്, തൊട്ട് മുത്തണുണ്ട്. പക്ഷേ അവർ ജീവിച്ച മാതൃക പിന്തുടരാൻ നമുക്ക് പറ്റണുണ്ടോ? നമുക്ക് ഓരോ മോഡൽ നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാട്ടിത്തന്ന ജന്മങ്ങളാ. അതിലേക്ക് നമ്മൾ തിരിയണില്ല. നമ്മളെ ആവശ്യങ്ങളിൽ മാത്രം. ലാസറിന്റെ കുഴിമാടത്തിൽ നിന്നുകൊണ്ട് നസ്രായനായ യേശു പറഞ്ഞു, ഉരുട്ടിമാറ്റ്, തടസ്സം, കല്ല്. അതിനല്ലേ പറഞ്ഞേ? അപ്പൊ അവരെന്താ പറഞ്ഞേ? ചീഞ്ഞ് നാറിയിട്ടുണ്ട്, ദുർഗന്ധം, പുഴുവരിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴും നസ്രായൻ പറഞ്ഞു ഉരുട്ടിമാറ്റ്. അപ്പോഴും അവര് പറഞ്ഞു 3 നാൾ കഴിഞ്ഞിട്ടാ. പിന്നെ പറഞ്ഞത് ഇച്ചിരി കട്ടിയിൽ പറഞ്ഞ് കാണണം. പെട്ടെന്ന് അവർ ഉരുട്ടി മാറ്റി. കല്ലുരുട്ടി മാറ്റിയപ്പോ അവിടെ നിന്നവരൊക്കെ എങ്ങോട്ട് നോക്കിയെന്നറിയോ? അകത്തേക്ക് നോക്കി. കല്ലറയുടെ ഉള്ളിലേക്ക് ഒക്കെ കൂടി എത്തിച്ചു നോക്കി. അവർക്കൊക്കെ മണം കിട്ടി, അവർക്കൊക്കെ പുഴുവിനെ കാണാൻ പറ്റി. പക്ഷെ നസ്രായൻ അങ്ങോട്ട് നോക്കിയെന്ന് നിങ്ങൾക്കറിയോ? നസ്രായൻ പ്രശ്നത്തിലേക്കല്ല നോക്കിയത്, ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി ഇപ്രകാരം പറഞ്ഞു, ലാസറേ എഴുന്നേൽക്ക്. നമ്മൾ നോക്കേണ്ടടുത്തുനിന്ന് നോക്കാനുള്ള ഒരു സുദിനമായി ഇതിനെ കാണുക. നിന്റെ പ്രശ്നങ്ങൾ തമ്പുരാന്റെ മുൻപിൽ വെച്ചു കൊടുക്ക്. പ്രശ്നപരിഹാരകനിലേക്ക് വെച്ചു കൊടുക്ക്. അവൻ നിന്നെ എടുത്ത് ഉയർത്തി വാഴ്ത്തി അനുഗ്രഹിച്ച് എന്തിനാ നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് ഇന്ന് നിനക്ക് വ്യക്തമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നിനക്ക് മാറ്റി വെച്ചിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ. ലൂക്ക 5 ശിഷ്യന്മാര് രാത്രി മുഴുവനും കഷ്ടപ്പെട്ട് അവരുടെ അരികിൽ ചെന്നുകൊണ്ട് നസ്രായൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മക്കളെ, വല്ലതും കിട്ടിയ? ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ആ ചോദ്യത്തിന്റെ ആവശ്യമില്ല. കാരണം എന്താ? അവരുടെ മോന്ത നോക്കിയാൽ അറിയാം, അവരുടെ ഫേസ് എക്സ്പ്രഷൻ നോക്കിയാൽ അറിയാം അവര് നിരാശരാണ്, അവര് ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം
രാത്രി മുഴുവനും കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. അപ്പോഴാ ചോദിക്കണ വല്ലതും കിട്ടിയോന്ന്. ഞാൻ വചനത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. ഞാനിതിങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഈ പത്രോസ് ശമയോൻ എന്നൊക്കെ പറഞ്ഞ ഗുണ്ടയാണ്, ഗുണ്ട, മുക്കുവന്മാരുടെ നേതാവാ. മുക്കുവന്മാർക്കൊക്കെ ഒരു കടലോര പ്രദേശത്ത് ഈ വലിയ തുറ, ചെറിയ തുറ, കൊല്ലം, കുണ്ടറ, അവിടെയൊക്കെ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഈ അവിടുത്തെ നാട്ടുകാരുടെ പ്രത്യേകതയാ. മുക്കുവന്മാരെ കളിയാക്കണതല്ലട്ടാ, അവരുടെ കൾച്ചറിന്റെ പ്രത്യേകതയാ. അവർ ചുമ്മാ തെറി പറയൂന്നേ, വർത്താനത്തിന്റെ ഇടയ്ക്ക് ചുമ്മാ തെറി പറയും. അത് അവർക്കൊരു വിഷയമല്ല. തെറി പറഞ്ഞിട്ട് അപ്പയാണ് ഇങ്ങനെ വന്നിട്ട് വല്ലതും കിട്ടിയോന്ന് ഭ്രാന്തടിച്ച് ദേഷ്യപ്പെടാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിന്റെ മോന്തയ്ക്ക് നോക്കിയിട്ട് ചീത്ത പറയാൻ പറ്റുന്നില്ല. ഉള്ളിൽ തെറി പറഞ്ഞു കാണും. ഞാൻ ഉറപ്പിച്ച് ഉള്ളിൽ തെറി പറഞ്ഞു കാണും. ദേഷ്യപ്പെടാൻ പറ്റണില്ല. അപ്പോഴാ പറഞ്ഞേ അവിടെ തന്നെ ഇട്ടോളാൻ. എവിടെ തന്നെ? എവിടെ തന്നെ? എവിടെയാണോ നീ പരാജയപ്പെട്ട് കിടക്കണേ, എവിടെയാണോ നീ പരിഹാസനായി കിടക്കണേ, എവിടെയാണോ നീ എടുക്കാത്ത നാണയത്തെ പോലെ കിടക്കണേ, അവിടെ തന്നെയാണ് അത്ഭുതം എന്നാണ് നസ്രായൻ പഠിപ്പിക്കുന്നത്. അവിടെ തന്നെയാണ്. നടുക്കടലിൽ പോകാനോ അക്കരയ്ക്ക് പോകാനോ ഒന്നും പറഞ്ഞില്ല. ഇവിടെ കൂട്ടായ്മയ്ക്ക് വരുന്നവരെ ഇവിടെ വന്ന് ഒരാഴ്ച, 3 ആഴ്ച, 9 ആഴ്ച വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഓടണ്ട. ഇവിടെ തന്നെ അത്ഭുതം ഉണ്ട്. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞ് ജീവനോടെ പറ, ശക്തിയോടെ പറ. കരമുയർത്താൻ പറ്റാത്തവർ ഇപ്പോഴും ഉണ്ട്. കരമുയർത്താൻ പറ്റാത്ത സങ്കടം ഉണ്ട്. പത്രോസ് ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ രക്ഷിക്കണേ. നിങ്ങൾ നിലവിളി എന്ന് കേട്ടിട്ടുണ്ടോ? നിലവിളി എന്തുട്ടാ നിലവിളി? നില വിട്ട് ഉള്ള വിളി. നിന്റെ പത്രാസ്, നിന്റെ പൊങ്ങച്ചം, നിന്റെ അഹങ്കാരം അത് വിട്ട് നീ ഒന്ന് വിളിക്ക്. ഒരു കൺവെൻഷന് കരമുയർത്താൻ വളരെ ബുദ്ധിമുട്ട്. ആരും കൈ പൊക്കണില്ല. സങ്കടം വന്നുപോയി. ചിലരൊക്കെ പൊക്കണത് ഹാഫ് കൈ. ദൈവം തന്ന കൈ ഉയർത്താൻ പറ്റണില്ല. ദൈവം തന്ന സ്വരം ദൈവത്തിന് വേണ്ടി ഒന്ന് ശബ്ദമുയർത്താൻ വേണ്ടി പറ്റണില്ല. അന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രചോദനം തോന്നി. സ്ട്രോക്ക് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കാൻ പറഞ്ഞു. സ്ട്രോക്ക് വന്നവർ എല്ലാവരും ഇരുത്തിയിട്ട് സ്ട്രോക്ക് വന്ന് കൈ പൊക്കാൻ പറ്റാത്തവര് ഒരു സൈഡ് തളർന്നു പോയൊരു കൈ പൊക്കാൻ പറഞ്ഞപ്പോ അന്ന് 7 പേരായിരുന്നു ആ കൂട്ടത്തില്. അവരെല്ലാവരും 7 പേരെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് സൗണ്ട് ഓഫ് ചെയ്തിട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞിട്ട് സൗണ്ട് ഓഫ് ചെയ്തു, ഇനി നിങ്ങൾ 7 പേര് മാത്രം ദൈവത്തെ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് പറ്റാവുന്ന ശബ്ദത്തിൽ വിളിച്ചോളാൻ പറഞ്ഞ് സൗണ്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് ഈ 7 പേര് വിളിച്ച വിളി ഉണ്ടല്ലോ, അതിന്റെ പേരാ നിലവിളി. എങ്ങനെ വിളിച്ചെന്നറിയോ? യേശുവെ, വായ കൂടിപ്പോയവരുണ്ട്, യേശുവെന്ന് വിളിക്കാൻ പറ്റണില്ല, കൈ പൊക്കാൻ പറ്റണില്ല. മറ്റേ കൈ കൊണ്ട് ഈ ബലഹീനമായി പോയ, തളർന്നു പോയ കൈ പൊക്കി പിടിച്ചുകൊണ്ട് സ്തുതിക്കണ കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ജനത്തോട് ചോദിച്ച്, നാണമാകുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന സ്വരം, ഇന്നാണ് നിനക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റണത്. ഇനി എത്ര കാലം നമ്മൾ ഈ ഭൂമിയിലുണ്ട്? ഇതിങ്ങോട്ട് വലിച്ചിട്ട് തിരിച്ചു വന്നില്ല. ഇന്നത്തെ മരണങ്ങള് ചുമ്മാ ഇരുന്ന് കുഴഞ്ഞു വീണ് മരിക്കുക. കോവിഡ് വന്ന് ഒത്തിരി പേരെ കൊണ്ടുപോയി. ഇപ്പൊ പ്രായമൊന്നൊരു വിഷയമല്ല, കൊച്ചു പിള്ളേര് വരെയാണ് കുഴഞ്ഞു വീണ് മരിക്കണേ. എന്നിട്ടും ദൈവം നമുക്കൊക്കെ ആയുസ്സും ആരോഗ്യവും നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മെ കുറിച്ച് എന്തോ വലിയ പദ്ധതി ഉണ്ട് കേട്ടാ. ആ പദ്ധതിയിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടാ ദൈവം തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സാധിക്കുമെങ്കിൽ എല്ലാവരും അപേക്ഷിക്കുകയാണ്, ഒരു കൂട്ടായ്മയുടെ ബലം വേണമെന്ന്. ആദിമ സഭാ സമൂഹത്തെ പോലെ എല്ലാവരും കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ വിളിച്ചേ, അഭിഷേകത്തോടെ വിളിച്ചേ. ഇങ്ങനെ വിളിക്കുമ്പോ കർത്താവ് മറുപടി തരുണ്ടാവും, മറുപടി തരും, ഉറപ്പാ. ഇന്ന് വന്ന ഒരൊറ്റെണ്ണം വെറുകയോടെ പോകില്ല, ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം ബാലാമിന്റെ കഴുത സംസാരിച്ചിട്ടുണ്ട്, ഇന്നും കഴുതകൾ സംസാരിക്കുന്നുണ്ട്. അവിടെ തന്നെ ഇട്ടോളാൻ പറഞ്ഞപ്പോ ശമയോൻ പത്രോസ് ഇട്ടത് വലിയ വിശ്വാസത്തിലൊന്നല്ല ഇട്ടത്,
ചുമ്മാ ഇട്ടതാ, ചുമ്മാ കാശ്മീർ ഇട്ടതാ. പക്ഷെ വലിച്ചപ്പോ പോന്നില്ലട്ടാ. എവിടെയോ ഉടക്കിന്നാ കരുതിയേ, എവിടെയോ കൊളത്തി പിടിച്ചെന്നാ കരുതിയേ, കൊടഞ്ഞു വലിച്ച്. പിന്നെയാണ് മനസ്സിലായത് വല മുഴുവനും മത്സ്യം കയറിയൊക്കെ ഉണ്ട്. കൂട്ടുകാരെ വിളിച്ചത് എങ്ങനെയാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ലൂക്ക 5-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റും. യോഹന്നാനെ, യാക്കോബിനെ, അന്ത്രയോസിനെയൊക്കെ വിളിച്ചത് എങ്ങനെയാണെന്നറിയോ? മിണ്ടാട്ടം മുട്ടിപ്പോയിട്ട് ആക്ഷനാ കാണിച്ചേ, ആംഗ്യം കാണിച്ചു. അങ്ങനെ എഴുതി വെച്ചിരിക്കണേ. സ്വരം വന്നില്ല, കാരണം വലിയ മുക്കുവൻ, ബുദ്ധിയുടെ തലത്തിൽ മസൽ പവറിൽ ഒത്തിരി കസർത്ത് നടത്തിയവൻ, വെള്ളത്തിന്റെ ചലനം അറിഞ്ഞാൽ ഏത് മീനാണെന്ന് പറയുന്നവൻ, എവിടെ ഇട്ടാ കിട്ടൂന്ന് പറയുന്നവൻ പരാജയപ്പെട്ടു പോയപ്പോ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് വലയിറക്കി കഴിഞ്ഞപ്പോ കടലിലെ മത്സ്യങ്ങൾ മുഴുവൻ വന്ന് കയറി. കൂട്ടുകാരെ വിളിച്ചു. അവര് വെച്ച് വല്ല തൊണ്ടയിൽ മീൻ തടഞ്ഞ. അവര് ഓടി വന്നപ്പോഴാ കാണണേ മൊത്തം മീനാ. എല്ലാം കൂടി വാരിക്കോരി 2 വഞ്ചിയൊക്കെ അങ്ങോട്ട് നിറച്ചെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. പിന്നീട് ശമയോൻ അത്ഭുതത്തിലേക്ക് നോക്കിയിട്ടില്ലട്ടാ. മീനിന്റെ വലിപ്പത്തിലേക്ക് പിന്നെ ശമയോൻ നോക്കിയില്ല. ശമയോൻ പിന്നെ നോക്കിയതുണ്ടല്ലോ, അത്ഭുതം പ്രവർത്തിച്ചവന്റെ മുഖത്തേക്കാണ് നോക്കിയത്. അത്ഭുതം പ്രവർത്തിച്ചവന്റെ മുഖത്തേക്ക് നീ നോക്കിയ ഒരു പ്രത്യേകതയുണ്ട്. നീ നിന്നെ തന്നെ കാണും കണ്ണാടിയിൽ എന്നതുപോലെ. 10,000 സൂര്യനേക്കാൾ ശക്തിയുള്ള അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ആര് നോക്കിയാലും നമ്മുടെ കുറവുകളെ ദൈവം കാട്ടിത്തരും, പാപത്തിന്റെ കണികകൾ കാട്ടിത്തരും. പിന്നെ ശമയോൻ പത്രോസ് ഒരൊറ്റ വിളിയാ. എന്താ വിളിച്ചതെന്നറിയാമോ? നീ എന്നിൽ നിന്നും അകന്നു പോ. കാരണം എന്താ? ഞാൻ പാപിയാണ്. അനുതാപത്തിന്റെ ചുട്ടുപൊള്ളുന്ന കണ്ണുനീരൊഴുകി ഇറങ്ങി ഉപ്പുവെള്ളത്തിൽ. ആരും കാണാതിരിക്കാൻ വേണ്ടി ഉപ്പുവെള്ളത്തിൽ ചാടിയതാ, വെള്ളത്തിൽ കടലിൽ ചാടിയത്. അതുകൊണ്ടാ നേതാവ് കരയണത്. ലീഡറാണ് അവരുടെ ലീഡർ കരയണത്. കൂട്ടുകാർ കാണാൻ പാടില്ല. പക്ഷേ ഉപ്പുവെള്ളത്തോടൊപ്പം ഒഴുകിയിറങ്ങിയ ആ ഉപ്പുരസമുള്ള ചുട്ടു കണ്ണുനീരുണ്ടല്ലോ, അത് അനുതാപത്തിന്റെ ചുട്ടുപൊള്ളുന്ന കണ്ണുനീരായിരുന്നു. ആര് എപ്പോൾ തമ്പുരാന്റെ മുൻപിൽ ഞാൻ പാപിയാണ് എന്ന അവബോധത്തോടുകൂടി എൻ്റെ കർത്താവേ എന്ന് എപ്പോൾ കണ്ണുനീരോടെ വിളിച്ചാൽ അപ്പോൾ മനസ്സലിവുള്ള കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ആരുടെ കണ്ണ് നിറഞ്ഞാലും അത് യഥാർത്ഥ അനുതാപത്തിന്റെ കണ്ണുനീരാണെങ്കിൽ അവൻ ചേർത്ത് നിർത്തും. എന്നിട്ട് ശമയോനോട് പറഞ്ഞു, മോനെ, ഈ പൊടിമീനെ പിടിച്ച് നടക്കേണ്ടവനല്ല നീ. നിന്നെ ഞാൻ വൻ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചേക്കുക. ഇത് 2024 വർഷങ്ങൾക്ക് മുൻപ് ശമയോൻ പത്രോസിനോട് പറഞ്ഞു തീർത്തതല്ലട്ട. ഇന്ന് ഇവിടെ കടന്നു വന്ന നാം ഓരോരുത്തരോടും തമ്പുരാൻ വചനത്തിലൂടെ സംസാരിക്കുക. മോനെ, മോളെ, ഇന്ന് നീ പരാജിതനാണോ, പരാജിതയാണോ? ഇന്ന് നീ ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണോ? നീ അമ്പേ തകർന്നിരിക്കുന്ന അവസ്ഥയാണോ? ഇന്ന് നീ രോഗത്തിന്റെ പിടിയിലാണോ? നിന്റെ ബന്ധങ്ങളെല്ലാം ശിഥിലമായി കിടക്കുകയാണോ? കർത്താവ് പറയാ, നിന്നെ ഞാൻ വൻ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് ഇന്ന് നീ അനുഭവിക്കുന്ന ക്രൈസിസ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, വിശ്വാസത്തോടെ പറഞ്ഞേ. ശമയോൻ പത്രോസിനെ പൊത്തിപ്പിടിച്ചിട്ട് നസറായനായ യേശു ഒരു പോക്ക് പോകുമ്പോ അവൻ ഒറ്റയ്ക്കല്ല, പത്രോസ് ഒറ്റയ്ക്കല്ലട്ടാ പോയെ, കൂടെ കൂട്ടുകാരും കൂടി. ഇവിടെ ഇനി വരുമ്പോ നിങ്ങൾ ഒറ്റയ്ക്കല്ല വരണ്ടേട്ട, നിങ്ങളുടെ പ്രിയപ്പെട്ടവര് ഇവിടെ വരണോട്ട. ഇവിടെ പന്തി റെഡി ആയിട്ടിരിക്കുക. പന്തി നിറഞ്ഞാലേ വിളമ്പ് തുടങ്ങുള്ളൂ. നിറയണം, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. ഈ ദേശം മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണം. സമയമില്ലാത്തതിൻ്റെ പേരിൽ 5-ാം അധ്യായത്തിൽ നിന്നും 8-ാം അധ്യായത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. സമയമില്ലാത്തതുകൊണ്ടാണ്. 8-ാം അധ്യായത്തിൽ നസറായനായ യേശു തൻ്റെ ശിഷ്യഗണത്തോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഒരു വലിയ വചനക്കൊയ്ത്ത് നടക്കുന്ന സമയം, വലിയൊരു കൺവെൻഷന്റെ സമയത്താണ് പറയണേ നമുക്ക് അക്കരയ്ക്ക് പോകാം. ശിഷ്യന്മാര് കരുതി അക്കരെ ഇതിലും വലിയ കൺവെൻഷൻ ആയിരിക്കും.
ശിഷ്യന്മാരൊക്കെ ചാടി വഞ്ചി കയറി, വഞ്ചി അങ്ങോട്ട് പോയി. പക്ഷേ നസറായനായ യേശു വഞ്ചിയുടെ തുഞ്ചത്ത് തലയുടെ ഇടയിൽ കൈവച്ച് കിടന്നുറങ്ങി എന്ന് എഴുതി വെക്കുമ്പോ ഞാൻ പറയും, വചനത്തെ ദുർവ്യാഖ്യാനിക്കുന്നതല്ല. ആരൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ ദൈവം ഉറങ്ങില്ല. ഇസ്രായേലൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. നീ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. നാം ചിരിക്കാൻ വേണ്ടി കരഞ്ഞവനാണ് അവൻ. ഹല്ലേലൂയ. കാറ്റടിച്ചു, തിരമാല ഉയർന്നു, പേടിച്ചു പോയി. ശിഷ്യന്മാര് പേടിച്ചു പോയി. കുലുക്കി വിളിച്ചു, ഗുരുവേ ഗുരുവേ, ഞങ്ങ നശിക്കാൻ പോകുക. ആ വാക്ക് കേൾക്കണോട്ട, ഞങ്ങ. കൂട്ടമുള്ളവനെ നമ്മളിന്ന് കൂട്ടാൻ പറ്റിയില്ല. എവിടേക്കെയോ ഹൃദയങ്ങൾ അകന്നുപോയി. ഞങ്ങ നിങ്ങ അല്ലേ? ആദ്യകാലങ്ങളിൽ പ്രാർത്ഥനയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചങ്കായിരുന്നു ചങ്ക്. ഇപ്പോഴോ അകന്നുപോയോ പ്രിയ ദൈവപൈതലേ? കുലുക്കി വിളിച്ചു, ഞങ്ങൾ നശിക്കാൻ പോവുക. നസ്രായനായ യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനെ നിയന്ത്രിച്ചു. തലതിരിച്ച് ശമയോൻ പത്രോസിനോടൊരു ചോദ്യം ചോദിച്ചു, എവിടെ നിങ്ങളുടെ വിശ്വാസം? എന്താ ചോദ്യം? 5-ാം അധ്യായത്തിൽ പൊടിമീനെ പോലും കിട്ടാതെ നീ പരാജയപ്പെട്ട് കിടന്നപ്പോ നിന്നെ ഞാൻ ഒരു വലിയ കൊയ്ത്ത് കാട്ടിത്തന്ന് നിന്നെ കൂടെ കൂട്ടിയിട്ട് കാട്ടിത്തന്നത് മുഴുവൻ അത്ഭുതമല്ലേ? അന്തർ കാണുന്നു, ചെകിടൽ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, കുഷ്ഠരോഗി സൗഖ്യപ്പെടുന്നു. അത്ഭുതങ്ങളുടെ കലവറ കാട്ടിക്കൊടുത്ത് അവസാനം ഒരു പരീക്ഷ, ഒരു സഹനം വന്നപ്പോ നീ പതറിപ്പോയല്ലോടാ എന്ന ചോദ്യം ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുക. കരിസ്മാറ്റിക്കിന്റെ ആദ്യകാലം മുതലുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. എത്ര അത്ഭുതങ്ങൾ കണ്ടവരാ നമ്മൾ. എന്നിട്ടോ ഇപ്പൊ ഒരു പ്രതിസന്ധി വന്നപ്പോ നമ്മുടെ വിശ്വാസം മന്ദീഭവിച്ചു പോയോ, കാഴ്ച നഷ്ടപ്പെട്ടു പോയോ? കർത്താവ് നമ്മളെ വിളിക്കുക, മോനെ മോളെ, ഇതാണ് വിടുതലിന്റെ ദിവസം, ഇതാണ് സൗഖ്യത്തിന്റെ ദിവസം. ഇന്ന് നിനക്ക് വേണ്ടി ഒരത്ഭുതം കർത്താവ് മാറ്റിവെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ഹല്ലേലൂയ പറ, ശക്തിയോടെ പറ. ഒറ്റ വാക്ക്. എന്റെ സാക്ഷ്യം കേട്ടിട്ടുള്ളതാണ്, എങ്കിലും കേൾക്കാത്തവർക്ക് വേണ്ടി മാത്രം. പേര് ബേബി, വീട് ആലുവ. 2.5 വർഷക്കാലം ആലുവ കാരോത്തുകുഴി ഹോസ്പിറ്റലിൽ ഡോക്ടർ സേവ്യർ ഡോക്ടർ ട്രീറ്റ്മെന്റിൽ 2.5 വർഷക്കാലം ചങ്ങലയ്ക്ക് തളയ്ക്കപ്പെട്ട് കിടന്ന ഒരു മുഴുവൻ ഭ്രാന്തനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് നിൽക്കണേ. ഭ്രാന്തനാണല്ലേ? ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കുന്നവരുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, മോഹനൻ, സുന്ദരൻ, സോമൻ, നന്ദു, നന്ദിനി, ബഷീർ, സലീം, ഉസ്മാൻ, അബ്ദുള്ള. വേശ്യകള്, ഗുണ്ടകള്, ഭ്രാന്തന്മാര്. ആരെ ദൈവം വിളിച്ചവരൊക്കെ ഇപ്പോഴും കസേരയിലിരിക്കുക. ഇനി എന്നാ നമ്മൾ സുവിശേഷമാകണേന്ന്? എനിക്ക് രാത്രി ഉറക്കം കിട്ടുമല്ലോ. 1.5 കുപ്പി ബ്രാൻഡി, ഒരു ഇഞ്ചക്ഷൻ, 2 കഞ്ചാവും, 4 ഉറക്കം ഗുളിക. ഇത്രയും ശരീരത്തിൽ കുത്തി കയറ്റിയാൽ ഒരു മയക്കം. ഉറക്കവും മയക്കവും രണ്ടാ. മയക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ദുസ്വപ്നങ്ങൾ കണ്ട് ഞാൻ ഞെട്ടി എഴുന്നേക്കും. അപ്പം ഞാൻ തപ്പി നോക്കും, ഭാര്യ കൂടെ ഇരുന്നു എന്ന്. സംശയം എന്ന രോഗം എനിക്കുണ്ട്. ഞാൻ തപ്പി നോക്കുമ്പോൾ എൻ്റെ ഭാര്യ കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങുന്നത് സഹിക്കില്ല. ഇത്രയും കുടിച്ചതും വലിച്ചതും ഉറങ്ങാൻ, ഒരു സ്മോൾ ഓയിലും കഴിക്കാണ്ട് അവൾ ഉറങ്ങണ കാണുമ്പോൾ എനിക്ക് ഡബിൾ ഭ്രാന്ത. ഞാൻ ബ്ലേഡ് കയ്യിലെടുക്കും, മൂർച്ചയുള്ള ബ്ലേഡ് 2 വിരലിൻ്റെ നടുക്ക് വെക്കും. ഉറങ്ങിക്കിടക്കുന്ന അവളുടെ ദേഹത്ത് ഞാൻ ഇടത്തോട്ടും വലിക്കും, വലത്തോട്ടും വലിക്കും. എൻ്റെ പെണ്ണ് അറിയില്ല. കാരണം 23 പേരടങ്ങുന്ന കൂട്ടുകുടുംബത്തിന്റെ വിഴുപ്പലക്കി വെച്ച് വിളമ്പി മാനസിക ശാരീരിക പീഡനങ്ങൾ സഹിച്ച് മയങ്ങി ഉറങ്ങുന്ന അവളെ എങ്ങനെ അറിയാൻ? ശരീരത്തിലെ മുറിപ്പാടിൽ ഫാൻ്റെ കാറ്റ് കൊള്ളുമ്പോൾ നീറ്റൽ അനുഭവപ്പെടും. ഫേസ് എക്സ്പ്രഷൻ മാറും. ചോര. അവൾ ചാടി എഴുന്നേക്കും, അവളോടും ബാത്റൂമിൽ പോകും, മുറിവ് കഴുകും. വെളുത്തൊരു പൗഡറുണ്ട്, മെഡിസിൻ പൊടി, അതൊക്കെ ഇടും. എന്നിട്ട് സെലോ ടേപ്പ്, പ്ലാസ്റ്റർ എന്തെങ്കിലും ഒട്ടിക്കും. എന്നിട്ട് വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വന്ന് കിടക്കും. പിന്നെ കിടക്കുമ്പോൾ 1 കണ്ണടച്ചാൽ കിടക്കുള്ളൂ. ഇനി എന്താണാവോ അടുത്തത് വരാൻ പോണേന്ന്. ഇത് കാണുമ്പോൾ എനിക്കൊരു വൈശാരിക സന്തോഷമാണ്. ഞാൻ അറിയാണ്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോകും. ഞാൻ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ എൻ്റെ പെണ്ണെഴുന്നേക്കും രാത്രിയുടെ യാമത്തിന്. ഒളിച്ചു വെച്ച ബേബി മെറ്റൽ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കട്ടിലിനോട്
മുറിവിനോട് ചേർത്ത് താഴെ ഒരു പത്രത്തിൽ ഇത് വിരിച്ചിടും. അടുക്കളയിൽ പോയി ഒരു വാളൻ ഉപ്പുകല്ല് കൊണ്ടുവന്ന് ഇതിൽ മിക്സ് ചെയ്യും. എന്നിട്ട് നൈറ്റി അങ്ങോട്ട് പൊക്കും. നഗ്ന മുട്ടുകൾ കൊണ്ട് കൂർത്ത് മൂർത്ത പാറയിൽ മുട്ടമർത്തും, മുട്ടുപൊട്ടും, പോർല് വീഴും, വയർപ്പൊലിച്ചിറങ്ങും, വയർപ്പും രക്തത്തുള്ളിയും ഒഴുകി ഇറങ്ങി ഉപ്പുകല്ല് അലിയും. ഉപ്പുകല്ലിന്റെ നീറ്റൽ മുട്ടിന്റെ മുറിവിലൂടെ വേദന എരച്ച് അങ്ങോട്ട് കയറുമ്പോ അവൾ വലത് കരം ഉയർത്തിപ്പിടിക്കും. പരിശുദ്ധ അമ്മ 1208 വിസ്ത ഡൊമിനിക്കിന്റെ കയ്യിലേക്ക് കൊടുത്ത അത്ഭുതത്തിന്റെ ആയുധം 53 മണി ജപമാല വലത് കരത്തിൽ ഉയർത്തിപ്പിടിക്കും. ഇടത്തെ കൈയുണ്ടല്ലോ, ഒന്നിനും കൊള്ളാത്ത എൻ്റെ ഈ ശപിക്കപ്പെട്ട ഈ പാപകരമായ കരമെടുത്ത് അവൾ നെഞ്ചിനോട് അമർത്തിപ്പിടിക്കും. എന്നിട്ട് ആ പാപം സാധുപ്പൻ വെച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടും മദ്യത്തിന്, മയക്കുമരുന്നിന്, ചെടികതയ്ക്ക്, മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന സകല മക്കളുടെയും തിരിച്ചു വരവിനും സൗഖ്യത്തിനും വേണ്ടി അവൾ പ്രാർത്ഥിക്കും. അവസാനം അവൾ പ്രാർത്ഥിക്കും, ആ രക്ഷിക്കപ്പെട്ടു പോകുന്നവരോടൊപ്പം എൻ്റെ കെട്ടിയോനെയും ഒന്ന് തൊട്ടേക്കണേട്ട. 1 വർഷമോ 2 വർഷമല്ല, നീണ്ട 7 വർഷക്കാലം രാത്രിയുടെ യാമത്തിൽ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞാൻ തിരിച്ചു വരുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ച്. കാരണം ചെറുപ്രായം മുതൽ അവളുടെ ഉള്ളില് മരിയ ഭക്തി നിറഞ്ഞു നിന്നിരുന്നു. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി നെഞ്ചിലേറ്റിയിരുന്നു. 4ാം ക്ലാസ്സിൽ അമ്മ മരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർന്ന് അതുകൊണ്ട് തന്നെ അവൾ കാത്തിരുന്നു. ഈ പ്രശ്ന സങ്കീർണതയിലും ഇത്ര വൃത്തികെട്ട ഒരു മനുഷ്യനെ എൻ്റെ ജീവിത പങ്കാളിയായി തന്നപ്പോൾ ദൈവത്തിന് എന്തോ വലിയ പദ്ധതി ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനുള്ള കൃപയാക്കി മാറ്റിയെടുത്തു.